മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറേ കാലമായിട്ട് കുറച്ച് വ്യക്തികൾ ഒരു നിർദ്ദേശം മുമ്പിൽ വയ്ക്കാറുണ്ട്. ഈ അടുത്ത കാലത്തും ഒരാൾ അങ്ങനൊരു സന്ദേശം തരികയുണ്ടായി. ഗുരുവായൂരിൽ ഗീതാ ദിനമായിട്ട് ആഘോഷിക്കുന്നത് ആചരിക്കുന്നത് വൃശ്ചിക മാസത്തിലാണത്രേ. അപ്പോൾ വൃശ്ചിക മാസത്തിൽ ഗീതാദിനം വരുമ്പോൾ നമുക്ക് വൃശ്ചിക മാസത്തെ ഗീതാമാസമായിട്ടൊന്ന് ആചരിക്കാൻ ശ്രമിച്ചൂടെ? രാമായണത്തിൽ 24,000 ശ്ലോകങ്ങളുണ്ട്. മഹാഭാരതത്തിൽ 1,25,000 ശ്ലോകങ്ങളുണ്ട്. ഭാഗവതത്തിലുമുണ്ട് വളരെയധികം ശ്ലോകങ്ങൾ, 350ഓളം അധ്യായങ്ങൾ, എല്ലാം വലുതാണ്. പക്ഷെ ഭഗവത്ഗീതയിൽ 700 ശ്ലോകങ്ങളേ ഉള്ളൂ, അല്ലെങ്കിൽ 701 ശ്ലോകങ്ങളേ ഉള്ളൂ. ഓരോ ശ്ലോകവും ജീവിതത്തെ ധന്യമാക്കുന്ന വലിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അടങ്ങുന്നതാണ്. ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, നാരായണീയം സത്രം അമ്പലങ്ങളിൽ നടത്തുന്ന പോലെ, ഭാഗവത സത്രം നടത്തുന്ന പോലെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഭഗവത്ഗീത സത്രം നടത്താൻ. ഒരു സാറ്റർഡേ സൺഡേ 700 ശ്ലോകങ്ങൾ നല്ല രീതിയിൽ 21ാം നൂറ്റാണ്ടിൽ അനുയോജ്യമായ രീതിയിൽ നടത്താം. സെക്കൻഡ് സാറ്റർഡേ സൺഡേ ആണെങ്കിൽ എല്ലാവർക്കും പങ്കെടുക്കാം. എല്ലാവർക്കും ഭഗവത്ഗീതയുടെ ചെറിയ പുസ്തകവും കൊടുക്കാം. അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാം, സന്ദേശം പറഞ്ഞു കൊടുക്കാം. 700 ശ്ലോകങ്ങൾ വായിച്ച് അർത്ഥം പറഞ്ഞു കൊടുക്കാൻ എനിക്ക് തോന്നുന്നു 15-16 മണിക്കൂർ മതിയാവും. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പോലും അത്ര മതിയാവും. അപ്പൊ യഥാർത്ഥത്തിൽ 2 ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എല്ലാ അമ്പലങ്ങളിലും എല്ലാ സാധിക്കുന്ന സാറ്റർഡേ സൺഡേകളിൽ ഭഗവത്ഗീത സത്രം നടത്തുക. ഭാഗവത സപ്താഹം നടത്തുന്ന മാതിരിയോ, അയ്യപ്പ സപ്താഹം നടത്തുന്ന മാതിരിയോ, നാരായണീയ സപ്താഹം നടത്തുന്ന മാതിരിയോ ഉള്ള ബുദ്ധിമുട്ടുകളില്ല. കാരണം 700 ശ്ലോകങ്ങളേ ഉള്ളൂ. ചെറിയ പുസ്തകമാണ്. 21ാം നൂറ്റാണ്ടിൽ ലോകം മുഴുവനും അംഗീകരിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അനവധി യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. 51.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയത്. ആൽബർട്ട് ഐൻസ്റ്റീനും ആവേശമായിരുന്നു, റോബർട്ട് ഓപ്പൺഹീമർക്കും ആവേശമായിരുന്നു, ഗോർബച്ചേവിനും ആവേശമാണ്. E.K. നായനാർ പോപ്പിന് കൊടുത്തതും അത് തന്നെയാണ്. ഭഗവത്ഗീത ധന്യമായിട്ട് എല്ലായിടത്തും മാനേജ്മെന്റ് ഗ്രന്ഥമായിട്ട് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പോലും അപ്രൂവ് ചെയ്തിരിക്കുന്നു. അത് ഭാരതത്തിന്റെ ഹൈന്ദവ ജനതയുടെ പൈതൃകമാണ്. അതുകൊണ്ട് എങ്ങനെയാണോ രാമായണം കർക്കിടക മാസത്തിലെ രാമായണ മാസമായിട്ട് 40 വർഷങ്ങൾക്ക് മുമ്പ് വിശ്വഹിന്ദു പരിഷത്തുകാരും RSSകാരും ആചരിക്കാനും ആഘോഷിക്കാനും തുടങ്ങിയത്, ഇന്നതൊരു വലിയ പ്രസ്ഥാനം പോലെ മുമ്പോട്ട് പോകുന്ന അവസ്ഥയിലെത്തി. ഇപ്പൊ വൃശ്ചിക മാസത്തില് ശബരിമലയിലേക്ക് മാലയിട്ട് ഓരോരുത്തരും ഒരു വലിയ വ്രതാനുഷ്ഠാനത്തിന്റെ യജ്ഞം നടത്തുമ്പോൾ അതിൻ്റെ കൂട്ടത്തില് ഭഗവത്ഗീത മാസമായിട്ട് വൃശ്ചിക മാസത്തിൽ അങ്ങനെ വരാൻ കാരണം ഗീത എഴുതിയ മാസം, ഗീത ഉപദേശിച്ച മാസം എന്നുള്ള രീതിയിലാണ് ഗുരുവായൂരിൽ ഗീതാ ദിവസവും ഗീതാ മാസവുമായിട്ട് ആചരിക്കുന്നത്. ഗീതാ മാസമായിട്ട് ആചരിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല, ഗീതാ ദിവസമായിട്ട് ആചരിക്കുന്നത്. ഇപ്പൊ കേരളമെമ്പാടും RSSകാരും വിശ്വഹിന്ദു പരിഷത്തുകാരും NSSകാരും SNDPക്കാരും വിചാരിച്ചാല് നമുക്ക് ഈ വരുന്ന വൃശ്ചിക മാസം മുതൽക്ക് എല്ലാ വർഷവും വൃശ്ചിക മാസം ഗീതാമാസമായിട്ടും കഴിയുന്നതും അമ്പലങ്ങളിൽ ഭഗവത്ഗീത വായിക്കുന്ന, ശരിക്കും വായിക്കുകയാണെങ്കിൽ 3 മണിക്കൂർ മതി. അത് 3 മണിക്കൂർ കൊണ്ട് ഭഗവത്ഗീത വായിക്കാം. ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഉൾപ്പെടെയാണ് ഞാൻ 16 മണിക്കൂർ പറഞ്ഞത്. 2 ദിവസം വലിയ ചടങ്ങുകളോ വലിയ ആർഭാടങ്ങളോ പോലും വേണ്ട. മറ്റ് ഏത് സപ്താഹങ്ങളും നവാഹങ്ങളും നടത്തുന്ന രീതിയിലുള്ള ഭാരിച്ച ചെലവുകളുമില്ല. നല്ല രീതിയിൽ ഭഗവത്ഗീത വായിക്കാൻ അറിയാവുന്നവരുണ്ട്. ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുമുണ്ട്. ഭഗവത്ഗീതയിൽ PhD എടുത്ത ഒരു മൗലവി ഉണ്ട് ആലപ്പുഴയില്.
നല്ല രീതിയിൽ ഭഗവത്ഗീത പറയും. ഞാൻ ഭഗവത്ഗീതയിൽ ഒരു തെറ്റ് പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം സ്റ്റേജിൽ കയറി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ഈ വരി തെറ്റാണ്. എനിക്ക് അദ്ദേഹത്തിനോട് വലിയ ബഹുമാനം തോന്നി. വലിയ സദസ്സിന്റെ മുമ്പിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ വരി തെറ്റാണ്. എനിക്ക് അത്ഭുതം തോന്നി, ബഹുമാനം തോന്നി, സ്നേഹം തോന്നി. അദ്ദേഹം ഭഗവത്ഗീതയിലാണ് PhD എടുത്തിരിക്കുന്നതെന്ന് പിന്നീട് അറിഞ്ഞു. ഞാൻ ബഷീറിനോ അബ്ദുൽ ഖാദറിനോ എന്താണ് പേര് എനിക്ക് കൃത്യം അറിഞ്ഞുകൂടാ. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ്. ഈ ഭഗവത്ഗീത പഠിച്ചവർ ധാരാളമുണ്ട്. ഭഗവത്ഗീത മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. ഭഗവത്ഗീത വായിക്കുന്നവരുണ്ട്. ഭഗവത്ഗീത മാസമായിട്ട് വൃശ്ചിക മാസം നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാം. വാട്സപ്പിലൂടെ ഈ സന്ദേശം കൊടുക്കാം. നന്നായിരിക്കും, ഉജ്ജ്വലമായിരിക്കും. അങ്ങനെ നമുക്ക് ഭഗവത്ഗീത മാസമായിട്ട് വൃശ്ചിക മാസത്തെയും എല്ലാ അമ്പലങ്ങളിലും ആശ്രമങ്ങളിലും വർഷത്തിൽ ഒരു സാറ്റർഡേ സൺഡേ ഭഗവത്ഗീത പാരായണ വിവരണ സപ്താഹം എന്ന് വെച്ചാൽ 7 ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. നവാഹം എന്ന് വെച്ചാൽ 9 ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. ദ്വയാഹം 2 ദിവസം നീണ്ടു നിൽക്കുന്നത്. അങ്ങനെ ഒരു വാക്ക് സാധാരണ പ്രയോഗിക്കാറില്ല. ഏകാഹം എന്നുള്ളതുണ്ട്, 1 ദിവസം നീണ്ടു നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ദ്വയാഹം ഉപയോഗിക്കാം. ഭഗവത്ഗീത ദ്വയാഹം ഒരു വർഷത്തിൽ എല്ലാ അമ്പലങ്ങളിലും സാധിക്കുമെന്ന് നോക്കണം. ഒരാളല്ലെങ്കിൽ 2 or 3 പേരെ കൊണ്ട് 3 പേര് 6 അധ്യായങ്ങൾ വീതം 3 × 6 18 അധ്യായങ്ങൾ അങ്ങനെ ഒരു യജ്ഞം നടത്താൻ സാധിക്കണം. അത് സാധിക്കുമെങ്കിൽ ഈ വർഷം മുതൽക്ക് തന്നെ 2017 മുതൽക്ക് തന്നെ ധന്യമായിട്ട് നടക്കട്ടെ. വലിയ ഇൻഫ്രാസ്ട്രക്ചറും ഫിനാൻഷ്യൽ ഇൻപുട്ടും ഒന്നുമില്ലാതെ സമകാലീന പ്രസക്തമായ സന്ദേശങ്ങൾ ഉദ്ഘോഷിക്കുന്ന വിധത്തിൽ ഭഗവത്ഗീത പാരായണം ചെയ്ത് അതിൻ്റെ സന്ദേശം കൊടുക്കുക. അർത്ഥം കൊടുത്തില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. ഇന്നത്തെ കാലത്തെ പ്രസക്തമായ രീതിയിലുള്ള സന്ദേശം കൊടുക്കാൻ സാധിക്കട്ടെ. ഭഗവത്ഗീത ദ്വയാഹം എന്ന പേരിൽ എല്ലാ അമ്പലങ്ങളിലും ആശ്രമങ്ങളിലും നടക്കട്ടെ. ഭഗവത്ഗീത മാസമായിട്ട് വൃശ്ചിക മാസം ആചരിക്കാനും ആഘോഷിക്കാനും സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.